to you. Happy birthday, dear Mochi. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. ഹലോ ഒരുപാട് വൈകുന്നേരം ആയപ്പോ ഞാനും ഷർഫും കൂടി ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നസീഫിനെ വിളിച്ച് അവനെയും കൂട്ടി ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ച അവന്റെ റൂമിൽ പോയതാ. ഓന്റെ റൂമിൽ കയറിയപ്പോ മണാലിയിൽ എത്തിയ പോലെ അമ്മാതിരി തണുപ്പിച്ചിട്ട് കാണേസി. ഓനെ നോക്കിയപ്പോ ഓൻ മൂടി പോയിച്ച് കിടക്കുക. പനിയാണല്ലോ, എന്നിട്ടാണ് ഇങ്ങനെ തണുപ്പിച്ചിട്ടിക്കണത്. ചായ കുടിക്കാൻ വിളിച്ചപ്പോ ഓൻ ചായ കുടിക്കാൻ വന്നില്ല. കേക്കിന്റെ അവിടെ കേക്ക് കൂട്ടി ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് കേക്കൊക്കെ എടുത്തോന്. ഓന്റെ കേക്കൊക്കെ വാങ്ങി വരുമ്പോഴാണ് ലത്തീഫ് ഖാനുണ്ട്. അപ്പോഴാണ് ലത്തീഫ് ഖാറാണ് ആൾക്ക് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. എന്തായാലും കുറച്ചോ ഹയറാക്കി കൊടുക്കട്ടെ. പിന്നീട് നമ്മള് സുനിലേട്ടനാണ്ട് മൂപ്പരാന്റെ പഴയ ചിമ്മില ആശാന്. ഞാനും ഷർഫും പോയി ചായക്ക് വാങ്ങിക്കൊടുന്നു. അപ്പൊ തന്നെ നസീം റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓനക്കാണെങ്കിൽ പനിക്കണുണ്ട്, എന്നാ പനി ഇല്ലേനു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഓയിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നസീഫ് ഒരു കേക്കൊക്കെ ആയിട്ട് വരുന്നു. ഓന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണല്ലോ. നാട്ടിൽ മുറിക്കാനുള്ള കേക്ക് നാട്ടിൽ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓനക്ക് ഇവിടെയും കേക്ക് മുറിക്കാം. കേക്ക് കെട്ടിയാൻ വേണ്ടിട്ട് ഞാൻ മുർഷിനെ പോയി വിളിച്ചു. അവനോട് പറഞ്ഞു റൂമിൽ പോയ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. റൂമിൽ കയറിയപ്പോ ഓനക്കൊരു സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. അല്ല എന്റെ ബർത്ത്ഡേ അല്ലെന്ന്. എന്റെ ബർത്ത്ഡേ ഇന്നല്ലെന്ന്. അല്ല വായോ പിന്നെ എന്റെ എന്റെ ബർത്ത്ഡേ ഇന്നല്ല. അവനെ പറ്റുന്ന ഫേസ്ബുക്ക് ആണോ അതോ ഞാനാണോ? ഇത് കണ്ടപ്പോ ഓനാകെ വിജനമ്പിച്ചു പോയി. കാരണം സംഭവം എന്താണെന്നുള്ള ഓനക്ക് മനസ്സിലായില്ലേ. ഓനൊന്ന് പ്രാങ്ക് ചെയ്താണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചു. അപ്പോഴാണ് ഷമ്മാസ് തന്നെ അങ്ങനെ ഓനക്കും കൊടുത്തൊരു പീസ്. ഓൻ ചോദിക്കുന്നുണ്ട് ആരുടെ വകയാണ് കേക്ക് നോക്കാം. മുറിച്ച് പറഞ്ഞിട്ട് ഇന്റെ ബർത്ത്ഡേ ആണ്, ഇന്റെ പെണ്ണ് കൊടുത്തയച്ചാന്നൊക്കെ. അല്ലാവോ അല്ലി മറിച്ചലിന് ശേഷം നേരം അവൻ കളിക്കാൻ പോയി. ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് ലൈറ്റ് ആവും ചെയ്തു. അവിടെ എത്തിയപ്പോ അവര് കളിയൊക്കെ തുടങ്ങിയിരിക്കണം. കളിയാണെങ്കിൽ വെറും കളിയല്ല, 7up വെറ്റ് വെച്ചിട്ട് കളിക്കുന്നത്. കുഞ്ഞിക്കുട്ടും മുറിച്ചൊരു ടീം, മഹഫൂസ് ബായും ഷെബായും ഒരു ടീം. വെറ്റ് വെച്ച് കളിക്കണോണ്ട് നല്ല ആവേശമുണ്ട് രണ്ട് ടീമിന്. മഹഫൂസ് ബായ് ആണെങ്കിൽ മരിച്ചാലും വേണ്ടില്ല, ജയിക്കണം എന്നുള്ള മൈൻഡ്. അങ്ങനെ കുറച്ചു നേരത്തെ യുദ്ധത്തിന് ശേഷം മഹഫൂസ് ബായും ടീമും ജയിച്ചു. അങ്ങനെ സുനിക്കുട്ടിന്റെ പൈസ വാങ്ങി സനപ്പ് വാങ്ങാൻ പോണ പോക്കാണ് ഈ കാണുന്നത്. ഗ്രോസറി പോയി സനപ്പും വാങ്ങി പൈസയും കൊടുത്ത് ഞങ്ങൾ നേരെ കോട്ടുക്ക്. അവിടെ എത്തി മഹഫൂസ് ബായ് എല്ലാവർക്കും സനപ്പ് ഷെയർ ചെയ്ത്. സനപ്പ് പിടിച്ചപ്പോ തോറ്റ ക്ഷീണക്കൊണ്ട് മാറി കിട്ടി. ഷെബായി ആണെങ്കിൽ ഇന്നും ഇങ്ങനത്തെ ഒരു ബെറ്റ് വെച്ചിട്ട് കളി തുടങ്ങിയാൽ മതി എന്ന് പറയുന്നത്. എന്തായാലും വന്നല്ലേ എന്ന് വിചാരിച്ച് ഞാനും കുറച്ചു നേരം കളിക്കാറങ്ങി. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കളി നിർത്തി ഇറങ്ങി. വരുമ്പോ ക്യാൻറ്റീനിൽ കയറി ഫുഡ് കൊടുത്ത് നേരെ റൂമിലെത്തി ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എടുക്കാൻ നിന്ന്. നാളാണെങ്കിൽ അണ്ണ ലീവാണ്. അപ്പൊ നേരത്തെ പോണം. അപ്പൊ ഓക്കെ ഹലാസ്.